വാർകൊണ്ടൽ മാലകളൊഴിഞ്ഞു പൊഴിഞ്ഞ വർഷാവാർ ബിന്ദുമാഞ്ഞു മലർമഞ്ജുളമായി വിളങ്ങും വാർതിങ്കൾ പോലെ തെളിവർണ്ണ മുഖെന്തു കാണാൻ പാർവേണി മാർമണി കൊതിച്ചിത മോദിനേൻ ഞാൻ. ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനും ആ മുഖം ദർശിക്കാനും ആ സ്വരമാധുരന്ന് കേൾക്കാനും കൊതിക്കാത്ത പെൺകുട്ടികൾ ആ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നല്ലേ പറയുന്നത്. ഇപ്പം നമുക്ക് രാജാതിദേവിയുടെ മകളായ മിത്രവിന്ദയുടെ വിവാഹത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ വിന്ദനും അനുവിന്ദനും ദുര്യോധനും മാത്രമേ കൊടുക്കുള്ളൂ എന്നും വാശി പിടിച്ച് നിൽക്കുന്ന സമയത്ത് പെൺകുട്ടിക്കാണെങ്കിൽ ഭഗവാനെ മാത്രമേ വേണ്ടൂ. അപ്പൊ ഒരു ദൂതനെ പറഞ്ഞയച്ചു. ഇതുമാതിരി രുക്മിണിയുടെ മാതിരി തന്നെ ഒരു ദൂതൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ടെന്ന്. ഭഗവാൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ടെന്ന് പറയേ, എല്ലാം ശുഭമായി കലാശിക്കും, ആശ കൈവിടരുതെന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചത്. അങ്ങനെ വാർത്ത വന്നിട്ട് മിത്രവിന്ദ അറിയിക്കുകയും ചെയ്തു ദൂതൻ. അങ്ങനെ ഇവർ രണ്ടുപേരും ഏട്ടനും അനിയനും കൂടി ദുര്യോധന്റെ അടുത്തേക്ക് പോയി. ഏത് അനിയത്തിന് സ്വയംവരാണ്, പക്ഷെ അങ്ങനെയൊക്കെ തന്നെ ഞങ്ങൾ തരാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അങ്ങ് വരണം എന്നല്ല. പ്രത്യേകമാണ്. ഇങ്ങനെ അഴകിയ രാവണനെ പോലെ ഇരിക്കുകയായിരുന്നു ആര്, ദുര്യോധനൻ. വേറൊരു രാവണൻ തന്നെയാണ് ഈ ദുര്യോധനൻ. എന്നിട്ട് അത് അങ്ങനെയാണെങ്കിൽ ഞാൻ വരാന്നൊക്കെ പറഞ്ഞു. അഹങ്കാരം, എൻ്റെ കൂടെ കർണനും ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടെ മറ്റേവർ വന്നു. ഇവിടെ ഇങ്ങനെ നല്ല മുടി, കുട്ടിക്കാണെങ്കിലും മിത്രവിന്ദക്കാണെങ്കിൽ മനസ്സ് ഒന്നിലൊന്നും ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. വിവാഹം നാളെ, സ്വയംവരം നാളെ ആവുകയും ചെയ്തു. അങ്ങനെ ഭഗവാൻ വിചാരിച്ചു സ്വയംവര പന്തൽ തന്നെ കൊണ്ടുവരണം, അല്ലാതെ ഇങ്ങനെ കട്ടിച്ചു കൊണ്ടിരുന്ന പോലെ എനിക്ക് വയ്യ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അതുവരെ ആ കുട്ടി ജീവിച്ചിരിക്കുന്നില്ലെന്ന് ഒരു ഉറപ്പില്ല. അതുകൊണ്ടൊരു ദൂതന്റെ കയ്യിലൊരു സന്ദേശം കൊടുത്തു വിട്ടു. അത് മിത്രവിന്ദക്ക് ആശ്വാസവും ആനന്ദവും നൽകി. എങ്കിലും ഒരങ്കലാപ്പുണ്ട്. അങ്ങനെ സ്വയംവര ദിനമായി ക്ഷണിക്കപ്പെട്ട ബഹുമാനവർ അതിഥികൾ സിംഹാസനത്തിൽ വന്നു. അലങ്കാരഭൂഷിതനായി കാഞ്ചനപ്രതിമ പോലെ സഞ്ചരിക്കുന്ന കാഞ്ചനപ്രതിമ പോലെ ദുര്യോധനൻ ഏറ്റവും ഉയർന്ന സിംഹാസനം നോക്കി ചരിക്കുകയും ചെയ്തു. എന്നാൽ എല്ലാവരും കാണണ്ടേ. എന്നിട്ട് ആ കഴുകന്റെ പോലുള്ള കണ്ണുകൾ എല്ലാ ഭാഗത്തേക്കും ശ്രദ്ധിച്ചു. എന്തേ, എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോന്ന്? ഇല്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. ഒരു ജാള്യത ഉണ്ടായി. എന്നിട്ട് അത് അവിടെ മറച്ചു വെച്ച് കർണനോട് എന്തൊക്കെയോ സംസാരിക്കുന്ന രീതിയിലുള്ള കളി കളിച്ചു. അപ്പൊ സുമുഖിയും സുലോചനയും സുനന്ദയുമായ മിത്രവിന്ദ മണ്ഡപത്തിലേക്ക് ഏതുമാതിരി കണിക്കൊന്ന പൂത്താലുണ്ടാവില്ലേ, അതുമാതിരി സുന്ദരിയായിട്ട് വന്നു. ഒരു നിമിഷം കഴിഞ്ഞില്ല, മനോഹരമായ ഒരു ശംഖനാദം സ്വയംവര മണ്ഡപത്തിന് മുമ്പിൽ മുഴങ്ങി. കാന്തി തിരളുന്ന ചെമ്പഴുക്കാ നിറമുള്ള 4 കുതിരകൾ വലിക്കുന്ന മനോഹരമായ ഒരു രഥം വന്നു നിന്നു. ചുണ്ടിന്റെ ഒരു കോണിൽ പുഞ്ചിരിയും മറുകോണിൽ പ്രേമവും തിരളുന്ന ചെന്താമരക്കണ്ണൻ പെട്ടെന്ന് മണ്ഡപത്തിലേക്ക് കടന്നു. പരിസരം മറന്ന മിത്രവിന്ദ ഓടി വന്നു. ഒന്നും, ഇത് ഞാൻ വിവാഹ മണ്ഡപത്തിലാണ് എന്നോ ഇവിടെ ഒരുപാട് ആൾക്കാർ എന്നെ കാണുന്നുണ്ട്, ഒന്നും ആ കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നില്ല. ഓടി എത്രയോ വർഷം കഴിഞ്ഞിട്ട് കാണുന്ന അച്ഛനെ കാണുമ്പോൾ ഒരു കുട്ടിക്ക് ഉണ്ടാവുന്നൊരു ഒരു ഭാവഭേദമില്ല, അതുമാതിരി വന്ന് അടുത്തേക്കെത്തി ഒരു പുഞ്ചിരിയോടുകൂടി കൈ പിടിച്ച് കയറ്റുകയും ചെയ്തു തേരിൽ. അവര് രണ്ടുപേരും, മറ്റേവരൊന്ന് അന്തം വിട്ടിരുന്ന ഒരു അന്തം വിട്ട് കുന്തം കണ്ട വരിച്ചാടി അന്തം വിട്ട് വരുമൊന്നും എന്താ നോക്കുന്ന, എന്തപ്പാ കുന്തം കൊണ്ടൊരു കുത്തുകൊടു എന്ന് പറഞ്ഞത് മാതിരി ഇവർ ഈ കുന്തം കണ്ട് പെരിച്ചാടിയുടെ മാതിരി അന്തം വിട്ട സമയത്ത് അവര് തേരിലേറി പോവുകയും ചെയ്തു. അപ്പോഴാണ് കൊണ്ടുപോയി എന്ന് മനസ്സിലായത്. അപ്പൊ ദുര്യോധനൻ കാരണം ഏതായാലും യുദ്ധം ചെയ്യാൻ തയ്യാറായില്ല. എന്തേ, മറ്റേവര് പറഞ്ഞു അനീതിയല്ലേ കാട്ടിയത് എന്ന് പറഞ്ഞില്ല, കളവിടാൻ തുടങ്ങി.
അപ്പോൾ കാരണം പറഞ്ഞു, സ്വയംവര മണ്ഡപത്തിൽ നിന്ന് കന്യകയെ പാണിഗ്രഹണം നടത്തി ചന്ദനത്തിൽ കൊണ്ടുപോവുക രാജാക്കന്മാർക്ക് വിധിച്ചിട്ടുള്ള ഒന്നാണ്. മാധവനിപ്പോൾ അതല്ലേ ചെയ്തത്, അതിന് നമ്മളെന്തിനെ ലഹളക്ക് നിൽക്കുന്നു? എതിർക്കണമെന്നുള്ളവർ പോയിക്കോ, ഞങ്ങൾക്ക് അങ്ങനെ തോന്നില്ല എന്നും പറഞ്ഞു. അങ്ങനെ വാക്കുകൊണ്ട് തർക്കിച്ചിട്ട് കാര്യമില്ല, പ്രവൃത്തി കൊണ്ട് വേണ്ടെന്ന് ചെയ്തോളും പറഞ്ഞു. അപ്പോൾ കുറച്ച് രാജാക്കന്മാർ തേരിലേറി ഏത് ഭഗവാനോട് യുദ്ധം ചെയ്യാൻ. പിന്നെ ആല ഓടി വരുന്നുണ്ട്. എന്നിട്ട് വഴിയിൽ വെച്ച് തടുത്തു, യുദ്ധത്തിന് തുടങ്ങി. അപ്പോൾ ഈ വിന്ദനും അനുവിന്ദനും അവരെ പ്രോത്സാഹിപ്പിച്ചു, കൊട്ടുക്ക് എടുക്ക് പിടിക്ക് കൊട്ട് വെട്ട് നല്ല. ഭഗവാൻ ചിരിച്ചുകൊണ്ട് ചക്രായുധമേന്തി ഓടി സൂര്യസദൃശ്യമായ ചക്രം ഭഗവാന്റെ ചൂണ്ടുവിരൽ മിന്നൽ വേഗത്തിൽ കറങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് ഭാവിക്ക് മുമ്പ് അറിയുന്നതിന് മുമ്പ് ഭവഭയഹരൻ പ്രയോഗിച്ച ചക്രായുധം ശത്രുനിരകളുടെ തല കൊയ്ത് മുന്നേറി. രക്ഷിക്കണീന്ന് വിളിച്ചു വിരിക്കുന്നു മുഴങ്ങി. കരയണം എന്തിനി, വേണ്ടാതെ പണിക്ക് പോയത്. കേശവൻ ചക്രായുധം സംഹരിച്ചു. രക്ഷിക്കണേന്ന് പറഞ്ഞിട്ടല്ലേ പാദത്തിൽ വീന്ന്, അപ്പൊ സംഹരിച്ചു. ഹുങ്കാരത്തോടെ ചക്രം കേശവന്റെ നെറ്റിത്തടത്തിൽ തന്നെ ലയിക്കുകയും ചെയ്തു. അങ്ങനെ ഇങ്ങനെയുള്ള ഒരായുധ ഇവർ ഇതുവരെ കണ്ടിട്ടില്ല. മൂക്ക് മുളച്ചതിന് ശേഷം കണ്ടിട്ടില്ല. കേശവനോട് ക്ഷമ ചോദിച്ചു. വേണ്ടാത്ത പണിക്ക് വന്നതിന് ക്ഷമിക്കണേന്ന് പറഞ്ഞു. സാരമില്ല പൊക്കോളൂ എന്നും പറഞ്ഞു. അന്നേരം മിന്തനും അനുവിന്ദനും വന്നിട്ട് അവരും മാപ്പ് ചോദിച്ചു. ഞങ്ങളെ തെറ്റിന് ക്ഷമ ചോദിക്കുന്നു, ഞങ്ങൾക്ക് മാപ്പ് തരണമെന്ന്. ഒന്ന് രണ്ടുപേരും ഒന്ന് തൃക്കൈ കൊണ്ടൊന്ന് തഴുകിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് പരിഭവമൊന്നുമില്ല കേട്ടോ, മിത്രവിന്ദയുടെ വിവാഹം ആഘോഷമായി നിങ്ങൾ തന്നെ നടത്തി തരണം. ഉടനെ ദ്വാരകയിലേക്ക് എല്ലാവരും വരികയും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സമ്മതിക്കുകയും ചെയ്തു. രാജാക്കന്മാരെ ആശീർവദിച്ച് കേശവൻ കന്യകമായി ദ്വാരകയിലേക്ക് പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ആണ് മിത്രവിന്ദയുടെ അച്ഛൻ പെങ്ങളുടെ മകളാണ് മിത്രവിന്ദ. അങ്ങനെ ആ മിത്രവിന്ദയും വിവാഹം കഴിച്ചു ഭഗവാൻ. പിന്നെ അടുത്തത് സത്യയാണ്. സത്യയെ വിവാഹം കഴിക്കണം. അപ്പൊ ഗംഗയുടെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നൊരു കോസലം. പണ്ട് ശ്രീരാമചന്ദ്രന്റെ രാജ്യമായിരുന്നില്ലേ കോസലം. അങ്ങനെ വലിയൊരു പ്രശസ്തി നേടിയ രാജ്യമായിരുന്നു ഈ കോസലം. ശൂരരായ ഭടന്മാരിലും സമ്പത്തിലുമാണ് കോസലം പ്രശസ്തമായത്. ഓരോ രാജാവും കോസല രാജ്യത്തെ തങ്ങളുടെ ബന്ധുവാക്കുമെന്ന് ആഗ്രഹിച്ചു. എല്ലാം എൻ്റെ കോസലം ഞങ്ങളുടെ ബന്ധുവായി, ഞങ്ങൾക്ക് സൈന്യബലം കൂടും, ബന്ധുബലം കൂടും, സമ്പത്തിൻ്റെ ബലം കൂടും. അതുകൊണ്ട് കോസലം ഓരോരാളും കൂടെ കൂട്ടാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ കോസല രാജാവിനെ വല്ലാതെ ബഹുമാനിക്കുകയും ചെയ്തു എല്ലാവരും. നഗ്നജിത്ത് എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അവിടുത്തെ രാജാവിൻ്റെ നല്ല ഒരു രാജാവാണ്, ദുഷ്ടനല്ല. സ്ഥൈര്യം, ധൈര്യം, ധൃതി, ക്ഷമ ഒക്കെ അദ്ദേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ നല്ലൊരു പടയാളിയാണ് അദ്ദേഹം. എല്ലാത്തരം യുദ്ധതന്ത്രങ്ങളും അദ്ദേഹത്തിന് അറിയാമായിരുന്നു താനും. അതുകൊണ്ട് എല്ലാ ഭടന്മാർക്കും രാജാവിന് ബഹുമാനമായിരുന്നു. നഗ്നജിത്തിന്റെ മകളാണ് സത്യ. പേരുപോലെ തന്നെ ശുദ്ധിയുമാണ് സത്യ. നിർമ്മല മാനസത്തിനുടമയാണ്. സൗശല്യാദി ഗുണങ്ങൾക്ക് വിളനിലമാണ് ആ കുട്ടി. അച്ഛൻ്റെ ഗുണങ്ങളെല്ലാം ആ കുട്ടിയിലും തികഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ യുദ്ധതന്ത്രങ്ങൾ ശീലിച്ചവളുമാണ്. അഗ്നിയുടെ നിറമാണ് അവളുടെ ശരീരത്തിനുള്ളത്. ഇങ്ങനെ ജ്വലിക്കുന്നൊരു നിറം. വെളുപ്പുമല്ല, ചുവപ്പുമല്ല, കറുപ്പുമല്ല എന്നുള്ളത് മാതിരിയുള്ളൊരു നിറം. സത്യയുടെ അരുണാഭ രാജ്യത്തെങ്ങും പ്രശസ്തമായിരുന്നു. അത് എല്ലാവർക്കും കിട്ടാത്തൊരു തരം നിറമാണ് ആ കുട്ടിക്ക്. കൊച്ചുതമ്പുരാട്ടിയുടെ നിറം ലഭിക്കുവാൻ രാജ്യത്ത് ഓരോ യുവതിയും ആഗ്രഹിച്ചു. സത്യക്ക് അങ്ങനെ പ്രായം 16 ഇവളുടെ തിരുമണത്തിനുള്ള വിവാഹത്തിനുള്ള കാലമായി. അനേകം രാജകുമാരന്മാർ സത്യയുടെ വരനാകാൻ കൊതിച്ചെത്തി. എല്ലാവർക്കും 2 ലക്ഷങ്ങൾ ഒന്നല്ല, ഒരു വടിക്ക് 2 പക്ഷിയായിരുന്നു എല്ലാവരുടെ ആഗ്രഹം. സുന്ദരിയായ സത്യയെ ലഭിക്കുന്നതോടൊപ്പം സമ്പത്തും കരഗതമാക്കുക. രാജാക്കന്മാരോടെല്ലാം നഗ്നജിത്ത് ഓരോ കഥകൾ പറഞ്ഞു വിട്ടു. രാജകുമാരന്മാരെ പിരിച്ചുവിട്ടെങ്കിലും മനസ്സിൽ സത്യയുടെ സ്വയംവരം എങ്ങനെ നടത്തണമെന്നതിനെ കുറിച്ചുള്ള അനേകം ചിന്തകൾ അരങ്ങേറി. അവസാനം അദ്ദേഹം തീരുമാനത്തിലെത്തി. ഗംഗാതടത്തിൽ ഏറ്റവും ബലമുള്ളൊരു യുവാവായിരിക്കണം തൻ്റെ മകളുടെ വരനായി വരേണ്ടത്. അത് രാജാവ് വിചാരിച്ചു.
ബലവും ശക്തിയും സ്ഥൈര്യവും നിർഭയത്വവും എങ്ങനെയാണ് പരീക്ഷിക്കേണ്ടതെന്ന് രാജാവ് ചിന്തിച്ചു. അവസാനം അതിനും ഒരു ഉപായം നഗ്നജിത്ത് കണ്ടെത്തി. മതിച്ചു നിൽക്കുന്ന 7 കൂറ്റൻ കാളകളെ ഒരേ സമയത്ത് ഒന്നിച്ചു കെട്ടണം. അങ്ങനെയുള്ള വീരൻ ആരാണോ അവനായിരിക്കും തൻ്റെ മകളെ വേൾക്കുവാൻ യോഗ്യൻ. ചുരമാന്തി നിൽക്കുന്ന അത്രയും ഭയങ്കരന്മാരായ 7 കാളകളെ ഒരേ സമയത്ത് ഗംഭീരായി എൻ്റെ മനസ്സിലുള്ള തോന്നലെന്നൊക്കെ വിചാരിച്ച് ഈ വിളംബരം രാജ്യത്തെങ്ങും കൊട്ടി അറിയിച്ചു. രാജ്യത്തിലെ കൊട്ടാരത്തിലും വിളംബരം എത്തിച്ചെന്നു. എല്ലാ രാജ്യങ്ങളിലും ഈ വിളംബരം അറിയിച്ചു. തരുണന്മാരും യുവാക്കളും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി. ചുറ്റും മതിൽ കെട്ടിത്തിരിച്ച ഒരു മൈതാനത്താണ് 7 കാളക്കുറ്റന്മാരെ നിർത്തിയിരിക്കുന്നത്. മതം വന്ന ആനകളിൽ അതുപോലെയുള്ള കാളക്കുറ്റന്മാര്. അവരിങ്ങനെ മതിച്ചലറി, കണ്ടാൽ തന്നെ സൂചിവന പോലെയാണ് കൊമ്പുകൾ. അതിങ്ങനെ കുലുക്കി 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 വരുന്ന കണ്ടാൽ തന്നെ ഇല്ല ജീവനും പോകും. ഒരേ നിറാണ് 7 കാളകൾക്കും. ആ കാളകളെ കണ്ട് ജനം ഭയന്നു. അവർ പരസ്പരം പറഞ്ഞു, ഇവറ്റകളെ ബന്ധിക്കുവാൻ ആർക്കും സാധ്യമല്ല. അവരുടെ വാക്കുകൾ ചിറക് വെച്ചു. രാജ്യത്തുടനീളം എത്തി. അത് നഗ്നജിത്തിന്റെ മകളുടെ വിവാഹം നടക്കാൻ സാധ്യതയില്ല. ആ 7 കാളകൾ ഒരേ സമയത്ത് ആരാണ് പിടിച്ചു കെട്ടുക, അത് നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ എല്ലാ രാജ്യങ്ങളിലും അറിഞ്ഞു. സത്യയിലും സമ്പത്തിലുമുള്ള ആഗ്രഹം കൊണ്ട് ചില രാജകുമാരന്മാർ കാളകളുമായി ഏറ്റുമുട്ടി. അവയെ ബന്ധിക്കുവാനാവതും നോക്കി. ചിലർക്ക് കൊമ്പ് കൊണ്ട് ആഴത്തിൽ മുറിവേറ്റു, ചിലരുടെ കാലുകൾ ഒടിഞ്ഞു, കൈപ്പത്തികൾ തകർന്നു. കണ്ണു പോയവരും കവിള് വളർന്നവരും അനവധിയാണ്. നാഭി കലങ്ങിയവരും കൂടെയുണ്ട് കൂട്ടത്തില്. നെഞ്ചു തകർന്നവരും അവശരായ നിലത്ത് വീണവർ മരണം കാത്തു കടന്നു. പിന്നെന്ത് ചെയ്യും? നാളുകൾ കൊഴിഞ്ഞു വീണു. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം. 7 കാളക്കുറ്റന്മാരുടെ ഒന്നിനെ ബന്ധിക്കുവാൻ പോലും രാജകുമാരന്മാർക്ക് കഴിഞ്ഞില്ല. കൊട്ടാരത്തിൽ ഇപ്പോൾ രാജകുമാരന്മാർ വരാതെയായി. പേടിച്ചിട്ട് വരുന്നേയില്ല, ഈ ഭാഗത്തേക്കേ ഇല്ല. നഗ്നജിത്തിന്റെ കൊട്ടാരം എന്ന് കേട്ടാലും സത്യയുടെ പരിണയം എന്ന് കേട്ടാലും ജനങ്ങൾ ഭയന്നു. രാജകുമാരന്മാർ പേടിച്ചു വിറച്ചു. ഓരോ ദുഃഖം തളർത്തും പൊഴുതു മറികടത്തും മുളന്തണ്ട തൃക്കൈത്താരിൽ ചൂടും പുരാരേ, സുഹൃതഹൃദയരാഗം മുഴക്കും മുരാരേ, തോരാതെ മാരി പെയ്യും പൊഴുതു ഗിരി നിവർത്തും കുടക്കാരനെ, ഞാൻ ചേരയണം നിന്റെ മാറിൽ പ്രിയമെഴുമിടയ പെയ്തലേ കൈതൊഴും നേൻ. അങ്ങനത്തെ ഒരാഗ്രഹം കൊണ്ടാണ് സത്യ ജീവിക്കുന്നത്. എല്ലാവരും അങ്ങനെ പറയാൻ തുടങ്ങി. കണക്കിന് രാജകുമാരി വിഭർത്തൃകയായി വസിക്കും. വിവാഹം കഴിയാതെ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ ഒരു പന്തയം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവുമോ? കാളയ വാഹനമൊക്കെ പരമശിവന് പോലും ഈ പന്തയം ജയിക്കുക സാധ്യമല്ല. ഇത് തനി ഭ്രാന്ത് തന്നെ. ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയാൻ തുടങ്ങി. ഈ വാർത്തകൾ ചാരന്മാർ രാജാവിന്റെ കർണത്തിലും എത്തിച്ചു. അദ്ദേഹത്തിന്റെ മനവും തകർന്നു. പന്തയം വെച്ചുപോയി. ഇനിയിപ്പം അതിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ? വാക്ക് പാലിക്കണ്ടേ? വാക്ക് തെറ്റിക്കുന്ന രാജാക്കന്മാർക്ക് ഭൂഷണമല്ല. തൻ്റെ മകൾ കന്യകയായി തന്നെ ആജീവനാന്തം കഴിയേണ്ടി വരുമോ? വേണ്ടാതൊരു ഇത് ഞാൻ ചെയ്തു പോയല്ലോ എന്ന് വിചാരിച്ചു രാജാവ്. അങ്ങനെയാണെങ്കിൽ കന്യകയുടെ ശാപം എൻ്റെ ശിരസിലുണ്ടാവും. അതും കൂടി ഞാൻ ഏറ്റുവാങ്ങേണ്ടി വരുമല്ലോ. ഒരു പരിഹാരവും കാണുന്നില്ല. അധികം ആരെയും രാജാവ് ദർശിക്കാൻ കൂട്ടാക്കുന്നില്ല. അദ്ദേഹം ഏകാന്തതയിലേക്ക് വലിഞ്ഞു. രാജ്ഞിയും മന്ത്രിമാരും രാജാവിനെ കുറ്റം പറയാൻ തുടങ്ങി. അതങ്ങനെയാണല്ലോ, നല്ല കാര്യം ചെയ്താലും അറിയില്ല, അതിലെന്തെങ്കിലും ചെറിയ പിഴവ് പറ്റിയെങ്കിൽ അത് ഊതിപ്പൊക്കി ബലിഗംഭീരാക്കും. ആനകളെപ്പോലെ നിൽക്കുന്ന ഈ കാളക്കുറ്റന്മാരത് ബന്ധിക്കുക മനുഷ്യ സാധ്യമല്ല. അതും 1-2 കാളകളാണോ? 7 എന്തൊരു ക്രൂരമായ പന്തയമായി പോയി. നല്ല നല്ല എത്ര രാജകുമാരന്മാരാണ് ഇവിടെ ജീവിതം മുടക്കിയത്. അവരുടെ ആത്മശാപം മതി, രാജാവിന് ഗതി ഉണ്ടാവില്ല. ഇങ്ങനെ ഒരാള് പറയാൻ തുടങ്ങി. അതൊക്കെ പരിഹാസവിഷം പുരട്ടിയ വാക്കുകളായിരുന്നു. അതൊക്കെ രാജാവ് കേൾക്കുന്നുണ്ട്. എല്ലാം സഹിച്ച അദ്ദേഹം ഒന്നും സംസാരിക്കാതെ കഴിഞ്ഞു. സത്യയുടെ നീഴ്മിഴി കണ്ണുകൾ ആർദ്രമാവുന്നു രാജാവ് അറിഞ്ഞു. സത്യയുടെ മനസ്സിലും സങ്കടം
നുരയിടാൻ തുടങ്ങി. മരണത്തെക്കുറിച്ച് പല പ്രാവശ്യം നഗ്നജിത്ത് ചിന്തിക്കാതെ ഇരുന്നില്ല. അക്കാലത്ത് അർജുനനും കേശവനും ഒരു യാത്ര നടത്തി. ആ യാത്രക്കൊരു ലക്ഷ്യം മാധവനുണ്ടായിരുന്നു. മാധവന് 1 ലക്ഷമല്ല 2 ലക്ഷം ഉണ്ടായിരുന്നു. ജരാസന്ധൻ കോസലാധിപനെ തൻ്റെ പക്ഷത്ത് നിർത്തുവാൻ കഠിനമായി ശ്രമിക്കുന്നുവെന്ന് ചാരന്മാർ വഴി മാഗധൻ അറിഞ്ഞു. ആരായ ഈ നഗ്നജിത്തിനെ. സൈന്യശക്തിയിലും സാമ്പത്തിക മികവിലും 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കോസലത്തെ വശത്ത് നിർത്തിയാൽ ഹസ്തിനാപുരത്തെ ആക്രമിക്കുവാൻ പോലും ജരാസന്ധന് ഭയക്കേണ്ട കാര്യമില്ല. അത്രയും ഗംഭീരപ്പെട്ടൊരു ബന്ധു ആയല്ലോ അദ്ദേഹത്തിന് കിട്ടിയാലേ. ജരാസന്ധന്റെ നയത്തിലും വാക്ചാതുരിയിലും കോസലൻ വീണുപോകുമെന്നും കേശവൻ ഊഹിച്ചു. കോസലന് തന്റെ കൈപ്പാട്ടിൽ ഒതുക്കുവാൻ എന്തെങ്കിലും പഴുതുണ്ടാവണമെന്ന് കരുതിയാണ് ധനഞ്ജയനും മാധവനും പ്രച്ഛന്ന വേഷധാരികളായി നഗ്നജിത്തിന്റെ പുരത്തിലെത്തിയത്. വേഷം മാറിയിട്ട് വരും രണ്ടുപേരും. കൊട്ടാരത്തിന് പുറത്തൊരു സത്രത്തിൽ അന്തി കഴിച്ചു കൂട്ടി. രാജ്യത്തുള്ളവരും പുറത്തുള്ളവരും അനേകം താമസക്കാർ അവിടെ ഉണ്ടായിരുന്നു. പൂർണ്ണ നിലാവുള്ള രാത്രിയിൽ മാധവനും അർജുനനും സത്രമുറ്റത്തിരിക്കുകയായിരുന്നു. അവരുടെ സമീപത്തായി പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ബ്രാഹ്മണരായിരുന്നു. സ്വകാര്യ സംഭാഷണങ്ങളിൽ അവർ മുഴുകി. ഭഗവാന് കാതുകൂർപ്പിച്ചു. നീലാകാശത്ത് തെന്നി നടക്കുന്ന പനിമതിയെ നോക്കി മാധവൻ മലർന്നു കിടന്നു. പെട്ടെന്നൊരു സംഭാഷണം അവരുടെ ചെവി കുടന്നേൽ വന്നു വീണു. എന്താ അത്? ഒരാളിങ്ങനെ അപരനോട് ചോദിച്ചു. അല്ല, ഈ രാജാവിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞോ? അന്നേരം ഇല്ല, വിവാഹം കഴിഞ്ഞില്ല. അക്കാര്യത്തിൽ രാജാവ് വളരെ വിഷണ്ണനായി കഴിയുകയാണ്. ആ പന്തയത്തിന് ഇത്രയും ഭീകരത വരുമെന്ന് രാജാവ് പ്രതീക്ഷിച്ചില്ല. പന്തയം ഏർപ്പെടുത്തിയിട്ട് ഇപ്പോൾ വർഷം 2 കഴിയുന്നു. ആ രാജകുമാരുടെ മുഖം കാണേണ്ടതാണ്. എന്ത് ശരിയായിരുന്നു ആ മുഖത്ത്, എന്തൊരു ഐശ്വര്യമായിരുന്നു ആ കുട്ടിക്ക്. ഇപ്പോ തൊട്ടാൽ ചോര തെറിക്കുന്ന ആ കവിത്തരങ്ങളായിരുന്നു അല്ലേ അതിനുണ്ടായത്. ഇപ്പോൾ പൂന്തോട്ടത്തിൽ രാജകുമാരി ഇറങ്ങാറ് പോലുമില്ല. 2 വർഷമായതുകൊണ്ട് ജനങ്ങളും സ്വയംവര കഥ മറന്നു. 7 കാളക്കുറ്റന്മാരെ ബന്ധിക്കുവാൻ സാധാരണക്കാരെ കൊണ്ട് കഴിയുമോ? എത്ര തരുണ രാജകുമാരന്മാർ ശ്രമിച്ചു, എത്ര പേർ മരിച്ചു വീണു അവിടെ. ഒരു കാളക്കൂറ്റനെങ്കിലും ബന്ധിക്കുവാൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. വീണ്ടും വിചാരമില്ലാത്ത കർമ്മമായി പോയി രാജാവ് ചെയ്തത്. ഇനി പന്തയത്തിലൂടെ അല്ലാതെ കന്യകയെ നൽകുവാനും സാധ്യമല്ല. ആരെങ്കിലും പന്തയം ജയിച്ച് സത്യവിവാഹം ചെയ്താൽ കോസലൻ നഗ്നജിത്ത് അയാൾക്ക് ദാനം ചെയ്യും. അതാണ് മഹാരാജാവിന്റെ ഇപ്പോഴത്തെ മനസ്സ്. പിന്നെയും അവർ എന്തോ പറഞ്ഞു. മറ്റു കാര്യങ്ങളിൽ മുഴുകി. അവർക്കൊന്നല്ലല്ലോ വിഷയം. അവര് വേറെ വിഷയത്തിലേക്ക് പോയി. ഇവരുടെ മനസ്സിൽ ഈ വിഷയം തന്നെ ഉറച്ചു നിന്നു. കേശവനും അർജുനും ഈ വാക്കുകൾ മുഴുവൻ ശ്രദ്ധിച്ചു. അടുത്തെങ്ങും ആരും ഇല്ലെന്ന് ഉറപ്പുവരുത്തി പാർത്ഥൻ പറഞ്ഞു. കേശവ, ഇതൊരു നല്ല അവസരമാണ്. അങ്ങ് നിശ്ചയിച്ചാൽ കാളക്കൂറ്റന്മാരെ പരാജയപ്പെടുത്തുവാൻ നിഷ്പ്രയാസം സാധിക്കൂലേ? അങ്ങനെയെങ്കിൽ കോസലൻ നമ്മുടെ പക്ഷത്ത് തന്നെ. അതേ സമയത്ത് ഭഗവാനും അത് തന്നെയാണ് ചിന്തിച്ചത്. അവർ പ്രശ്ന രൂപത്തിൽ തന്നെ കൊട്ടാരത്തിലെത്തി രാജാവിനെ കണ്ടു. അപ്പൊ കേശവൻ പറഞ്ഞു, മഹാരാജൻ, ഞങ്ങളെ ആദ്യം പരിചയപ്പെടുത്താം. ഇതെന്റെ സുഹൃത്തും പാണ്ഡുവിന്റെ സുതനുമായ അർജുനനാണ്. എന്റെ നാമം കേശവൻ എന്നാണ്. വസുദേവപുത്രൻ, ദ്വാരകാവാസിയായി ജീവിക്കുന്നു ഞാൻ. നഗ്നജിത്ത് കരം കൂപ്പിക്കൊണ്ട് പറഞ്ഞു. എന്തൊരു വിനയാണ് ഭഗവാനെ. കേശവ, നിന്നെപ്പറ്റി ധാരാളം കേട്ടിരിക്കുന്നു. ശക്തനും ധീരനുമാണ് നീ. ധനഞ്ജയ, പാഞ്ചാലി സ്വയംവരത്തിൽ നീ കാണിച്ച പ്രാഗൽഭ്യം ഏറെ അഭിനന്ദനീയമാണ്. രണ്ടുപേരെയും ഒത്തു കാണുവാൻ കഴിഞ്ഞതിൽ സന്തോഷമേ ഉള്ളൂ. നരനാരായണന്മാരെ ഒന്നിച്ചു കണ്ടത് ഇദ്ദേഹം. ഒരു പിതാവെന്ന നിലയിൽ ഞാൻ ഏറെ വേദനിക്കുന്നൊരു കാലഘട്ടമാണിത്. ഇപ്പോൾ നിങ്ങളെ കണ്ടത് ഒരു അനുഗ്രഹം തന്നെയാണ്. ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് തരണം. ഞാൻ എൻ്റെ ദുഃഖകഥ പറയാം. പഴമയുടെ ഭാണ്ഡം അഴിക്കുകയാണെന്ന് തോന്നരുതേ. ഇങ്ങനെ പറഞ്ഞ് നഗ്നജിത്ത് എന്ത് ചെയ്തു? സ്വന്തം മകളുടെ വിവാഹ കാര്യങ്ങൾ അങ്ങനെ ഭഗവാനോട് പറയാൻ തുടങ്ങി. വേദന തുളിച്ചു നിൽക്കുന്ന വാക്കുകളാണ് രാജാവ് ഇങ്ങനെ പറഞ്ഞു നിർത്തി. എന്നിട്ട്, മാധവ, എൻ്റെ മകളുടെ വിവാഹം നടക്കുമോ? ഞങ്ങൾ ഇത്ര ഭാഗ്യം കെട്ടവരായി പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോ ഭഗവാൻ പറഞ്ഞു, വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് ആത്മസുഖം നൽകുക എന്നതാണ് എൻ്റെ ലക്ഷ്യം.
താങ്കളുടെ ആത്മപീഡനം ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. നാളെ സായാഹ്നത്തിൽ ആ കാളകളെ ഞാൻ ബന്ധിക്കുവാൻ നോക്കാം. പക്ഷേ ഞാൻ രാജാവല്ല. മറ്റ് രാജാക്കന്മാർ എതിർക്കാം. പെൺകൊടിയുടെ അഭിപ്രായവും അറിയണ്ടേ? ഒരു പക്ഷേ എരുതുകളെ ബന്ധിച്ചാൽ കന്യക എന്നെ സ്വീകരിക്കേണ്ടി വരും. അതിനവൾക്ക് താല്പര്യമില്ലെങ്കിലോ? അതുകൊണ്ടങ്ങെല്ലാം അറിഞ്ഞു വെക്കുക എന്ന് പറഞ്ഞു. ആഹ്ലാദത്തിന്റെ കണ്ണുനീർത്തുള്ളികൾ പൊഴിച്ചുകൊണ്ട് നഗ്നജിത്ത് പറഞ്ഞു, മാധവ, നിന്റെ വിക്രമങ്ങൾ അറിയാത്തവനല്ല ഞാൻ. സെമന്തകമണി തിരികെ കൊണ്ടുവന്ന നിന്റെ അത്ഭുത വിക്രമ കഥ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കേശവ. നിന്റെ ഹൃദയം നിറഞ്ഞ വാക്കുകൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മകൾക്ക് അങ്ങയുടെ വാക്കുകൾ ഉത്സവം നൽകും. നിന്നെ വേളി ചെയ്യാൻ മോഹിക്കാത്തവരായി ഭൂമിയിൽ ഏത് പെൺകുട്ടിയാണുള്ളത്? നിന്റെ അനുഗ്രഹം പൂർത്തീകരിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു രാജാവ്. വളരെ വളരെ വിനയത്തോടു കൂടിയാണ് രാജാവ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഭഗവാന്റെ വാക്കുകൾ പുറത്തേക്ക് പാടുന്നു. അതാണല്ലോ, കാറ്റിന് പോകും. വാക്കുകൾ ഇങ്ങനെ കാറ്റിന് പോകും. ദ്വാരകാനാഥനായ കേശവൻ നാളെ സായാഹ്നത്തിൽ കാളകളെ ബന്ധിക്കുന്നതാണ്. ജനങ്ങളുടെ ചുണ്ടുകളിൽ വാക്കുകൾ വീണുടഞ്ഞു. സത്യയും വിവരമറിഞ്ഞു. ആഹ്ലാദത്തോടെയാണ് തോഴിമാർ ഈ വിവരം കന്യകയെ അറിയിച്ചത്. മാധവൻ തന്നെ പ്രിയനായി വരുന്നുവെന്നോ? ഭഗവാനെ, ഇത് സത്യമാണോ അല്ല മിഥ്യയാണോ? ഒന്ന് നുള്ളി നോക്കി ശരീരത്തിൽ. അത് ശരി തന്നെയാണോ? വേദനിക്കുന്നുണ്ടോ എനിക്കെന്ന്? ദൈവം ഇത്രയും നാൾ വേദനിപ്പിച്ചതിന് പരിഹാരം നൽകുകയാണോ എനിക്ക്? സന്തോഷത്തിന്റെ ആധിക്യം ബാഷ്പബിന്ദുക്കളായി കവിൾത്തടത്തിലൂടെ പ്രവഹിച്ചു. വികാരത്തിന്റെ നനുത്ത ചലനം ഇടനെങ്കിൽ ഉണർന്നു. അമർത്തിവച്ചിരുന്ന ആവേഗം ഹൃദയത്തിൽ വിടർന്നു. സത്യയുടെ മനസ്സ് നിരന്തരം മന്ത്രിച്ചു. ഈ വേളി നടക്കും, ഉറപ്പാണ്. ഭഗവാൻ തന്നെ എന്നെ വിവാഹം കഴിക്കും. മാധവൻ കൂറ്റൻ എരുതുകളെ ബന്ധിക്കും. ഇന്ദ്രനീലവർണ്ണന്റെ പെരുമാറിൽ ഒരു വെള്ളാമ്പൽ പൂവായി, ഒരു പൂണുനൂലായി ഞാൻ വിടരും. അവൾ ദേവിയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു. സായാഹ്നത്തിന് വളരെ മുമ്പ് തന്നെ അനവധി ജനം മൈതാനത്തിലേക്ക് ഒഴുകി വന്നു. അവർ മൈതാനത്തിന് ചുറ്റും മനുഷ്യ സമുദ്രമായി മാറി. മാധവൻ എന്നുള്ള ലോകത്തിൽ ആര് നിശ്ചയിച്ചാലും കാളക്കൂറ്റന്മാരെ ബന്ധിക്കുവാൻ കഴിയുകയില്ലെന്ന കാര്യത്തിൽ ജനം ഉറച്ചു നിന്നു. സിമന്റ് എടുത്ത് ഉറപ്പിച്ചത്. ഒരാളുടെ മരണം കൂടി കാണേണ്ടി വരുമല്ലോ. ഇത്രയും കുട്ടികളായി പോയല്ലോ ഇവര് എന്ന് വിചാരിച്ചിട്ട് ചിലവർക്ക് പരാതിയായിപ്പോയി. എന്തായാലും കാണാം, നമുക്ക് കാണാലോ. അങ്ങനെ വൈകുന്നേരമായി. വെയിലിന്റെ ശക്തിയോട്ട് കുറഞ്ഞു. ചുവപ്പും മഞ്ഞയും കലർന്ന രശ്മിശാലം മൈതാനത്താകെ പരന്നു. ഈ സമയം പാർത്ഥനും കേശവനും കുതിരപ്പുറത്ത് മൈതാനത്തിന്റെ കവാടത്തിലെത്തി. ജനങ്ങളെ ജയജയഘോഷം മുഴക്കി അവർ സ്വീകരിച്ചു. ശിരസിൽ മയിൽപ്പീലി ചൂടി, വനമാലയും കൗസ്തുഭമാലയും ചാർത്തി, മഞ്ഞപ്പട്ട ചുറ്റി അശ്വത്തിൽ നിന്നിറങ്ങിയ മാധവന്റെ മഞ്ചുള്ള രൂപം കണ്ട് ജനങ്ങൾ അത്ഭുതവേശരായി പെരുമ്പറ മുഴക്കി. മത്സരത്തിനുള്ള സമയമായെന്ന് ജനങ്ങൾ മനസ്സിലാക്കി. കൂടുകൾ തുറന്ന് 7 കാളക്കൂറ്റന്മാരെയും തുറന്നുവിട്ടു. ജനങ്ങളുടെ പെരുത്ത ഘോഷം കേട്ടപ്പോൾ കാളകൾ തെല്ല് ഭയന്നു. അവ വിറളി പിടിച്ചു ചാടുവാൻ തുടങ്ങി. മൈതാനത്തിലെ സ്വാതന്ത്ര്യം കാളകൾ ശരിക്കും ഉപയോഗിച്ചു. പരക്കം പാഞ്ഞവര്. കേശവൻ മൈതാനത്തിലേക്ക് ഇറങ്ങി. നഗ്നചിത്തം മന്ത്രിമുഖ്യനും കൃഷ്ണനോടൊപ്പം നിന്നു. മാധവൻ അവരോട് പറഞ്ഞു, മഹാരാജൻ, നിങ്ങളുടെ അനുവാദത്തോടെ ഈ കാളകളെ ഞാൻ ബന്ധിക്കുവാൻ നോക്കുകയാണ്. പ്രകൃതി അനുകൂലമാണെങ്കിൽ എല്ലാം ശാന്തമാകും, അല്ലെങ്കിൽ സങ്കടപ്പെടേണ്ട. മതിച്ചു കൂത്താടി തിമർക്കുന്ന പിങ്കള രൂപികളായ കാളകളുടെ അടുത്തേക്ക് മാധവൻ ചെന്നു. മുക്കറിയിട്ടും ചാടിക്കുതിച്ചും കുരമാന്തിയും കൊമ്പ് കുലുക്കിയും അവനിയിൽ കൊമ്പ് താഴ്ത്തിയും കാലരൂപികളായി നിൽക്കുന്ന വൃക്ഷങ്ങളുടെ സമീപത്തേക്ക് മാധവൻ ഭയരഹിതനായി, ഭഗവാൻ എന്ത് ഭയം, നടന്നെത്തി. കാളകളുടെ നിഴലിൽ മാധവൻ നിന്നു. ഇന്ദ്രനീലദ്യുതിയാർന്ന കേശവൻ കാളകളുടെ നിഴലുകൾ നോക്കി നിന്നപ്പോൾ അവ ഭയന്നു. അതോ ഉഗ്രരൂപിയായ ഒരു ജന്തു തങ്ങളെ പിടിച്ചു കീറുവാൻ നിൽക്കുന്നതായി കാളക്കൂറ്റന്മാർക്ക് തോന്നി. അവിടെ നിഴലെത്താൻ നിൽക്കുന്നു. നിഴല് നോക്കിയിട്ട് മായാമയനായ മാധവൻ പെട്ടെന്ന് 7ആയി. അണിമാ തുടങ്ങിയ ഉണ്ടല്ലോ അഷ്ടൈശ്വര്യം, അതൊക്കെ ഉള്ളവർക്ക് എന്തും സാധിക്കുമല്ലോ. 7 മാധവന്മാരും ഒരു രൂപമായിരുന്നുകൊണ്ട് കേശവനെ ഒന്നായി തന്നെ മാത്രമേ ജനങ്ങൾ കണ്ടതുള്ളൂ. 7 മായാരൂപികളായ മാധവന്മാരും ഒറ്റ കുതിപ്പിന് കാളകളുടെ
നിഴലിൽ വന്നു. അവ വെട്ടിത്തിരിയും മുമ്പ് 7 പൂമാല്യധാമം കൊണ്ട് കേശവന്മാർ എരുതുകളെ ബന്ധിച്ചു. പൂമാല കൊണ്ടാണ് കെട്ടിയത്. ദാമോദരൻ 7ആയതും ഉഗ്രരൂപം കൊണ്ടതും മൈതാനത്തിൽ നിൽക്കുന്നവർ അറിഞ്ഞില്ല. അവർ മിന്നൽ പോലെ കാളക്കുറ്റന്മാരെ കേശവൻ ബന്ധിക്കുന്നത് മാത്രമേ കണ്ടതുള്ളൂ. മൈതാനമെങ്ങും കനത്ത നിശബ്ദത പരന്നു. ഒരു നിമിഷം മാത്രം അമോഘത നിലനിന്നു. മാധവൻ കാളകളെ ബന്ധിച്ചത് കണ്ടപ്പോൾ ജനങ്ങൾ ആഹ്ലാദത്തിമിർപ്പിൽ മുഴുകി. അവർ കരഘോഷം മുഴക്കിയും ജയജയശബ്ദങ്ങൾ ഉയർത്തിയും ആനന്ദാതിരേകത്തിൽ മുഴുകി. 7 കാളകളെ ഒരേ സമയം ബന്ധിച്ചുകൊണ്ട് ദ്വാരകാനാഥനെ കേശവൻ പന്തയത്തിൽ ജയിച്ചിരിക്കുന്നു. ഡും ഡും ഡും. രാജസേവകന്മാർ പെരുമ്പറ മുഴക്കി വാർത്ത വിളിച്ചറിയിച്ചു. പെട്ടെന്ന് മൈതാനത്തിലേക്ക് ഒരു മണിവർണ്ണത്തേർ ഒഴുകിയെത്തി. അതിൽ നിന്ന് അനവധ്യ രത്നാഭരണഭൂഷിതാംഗിയായ സത്യ മന്നിടത്തിലേക്ക് പാദം വെച്ചു. ഇതുപോലെ മന്ദം താഴുന്ന പൊന്മരാളം പോലെ കുമാരിയുടെ അങ്കലാവണ്യത്തിൽ മയങ്ങി ജനങ്ങൾ നിന്നു. രാജകുമാരി കരത്തിൽ പുഷ്പമാല്യവും കൺകളിൽ നിരോത്പലമാല്യവുമായി വന്നുടൻ നേത്രോത്പലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ മാല്യവുമിട്ടിയിടിനാൾ. വരണാർത്ഥമാലയുമിട്ടിയിടിനാൾ എന്ന് പറഞ്ഞതുപോലെ ആദ്യം കണ്ണുകൊണ്ട് ആ നീരോത്പലമാല ഒന്ന് ഇട്ടു. പിന്നീട് പൂമാലയും ചാർത്തി ഭഗവാന്റെ കഴുത്തിൽ, നിരാരമണ്ണന്റെ കളത്തിൽ അങ്ങനെ മാല ചാർത്തിക്കോട്ടെ എന്ന് മനസ്സുകൊണ്ട് കണ്ണുകൊണ്ട് ചോദിച്ച് മാല്യം അർപ്പിച്ചു. ദിക്കുകൾ മുഴങ്ങുമാറ് ദുന്ദുഭിനാഥം ഉണർന്നു. ജനങ്ങൾ വായ്ക്കുരവയാലും കരഘോഷത്താലും ആ മംഗളകർമ്മത്തിൽ പങ്കുചേർന്നു. മാധവൻ സത്യയെ മുഹൂർത്തം നിശ്ചയിച്ച് ആഡംബരപൂർവ്വം വിവാഹം കഴിച്ചു. മകളുടെ വിവാഹം ആഘോഷത്തോടെ കോസലപതി നിർവഹിച്ചു. സ്ത്രീധനമായി സ്വർണ്ണരത്നാദികളും വൻപിച്ച ദ്രവ്യവും ആനകൾ, കുതിരകൾ, രഥങ്ങൾ മുതലായവയും വിലയേറിയ പട്ടാന്തരങ്ങളും പീതാംബരന് നരേന്ദ്രൻ സമ്മാനിക്കുകയുണ്ടായി. വിവാഹാനന്തരം സത്യയോടും പാർത്ഥനോടും കൂടി സത്യസ്വരൂപൻ ചന്ദനത്തിൽ കയറിയപ്പോൾ അസൂയാലുക്കളായ രാജാക്കന്മാർ അവരോട് ആഹവത്തിനായി അടുത്തു. വിലാളിവീരനായ വിജയന്റെ അമ്പിന്റെ മുമ്പിലുണ്ടോ ഈ രാജാക്കന്മാര്? ഒരു പ്രാണികൾ പോലെ പരാജിതരായി പലായനം ചെയ്തു എന്ന് പറയുന്നു. ഇനി നമുക്ക് 2 സ്വയംവരങ്ങൾ ഒന്നിച്ച് നടത്താണ്ട് ഭഗവാന്. അത് നമുക്ക് നാളത്തെ ഇതിൽ നോക്കാം. ഇന്നിപ്പോൾ എല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ സമർപ്പിക്കാം.